എല്ലാവർക്കും നമസ്കാരം. പത്തരമാറ്റ് സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ അബിയെ പോലീസുകാര് കൈയോടുകൂടി കൂട്ടിക്കൊണ്ടു പോവുക. എന്തായാലും ആ നാട്ടിൽ നടന്നിരിക്കുന്ന മോഷണ ശ്രമങ്ങൾ മുഴുവനും ഇപ്പൊ നമ്മുടെ അബിയുടെ തലയിൽ കെട്ടിവെക്കാന്ന് വിചാരിച്ചുകൊണ്ട് അബിയും കൂട്ടി പോലീസുകാർ പോകുമ്പോൾ അബി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സാറ്, ഞാനൊരു കള്ളനോ പിടിച്ചുപറിക്കാരനോ ഒന്നും അല്ല. ഞാൻ ഈ കൊള്ളാവുന്ന ഒരു തറവാട്ടിലെ അംഗമാണ്. എടാ നിന്നെ പോലെയുള്ള കള്ളന്മാര് ഇതല്ല ഇതിന്റെ അപ്പുറത്തെ വർത്തമാനങ്ങൾ പറയും. അതുകൊണ്ട് നീ പറയുന്നതൊന്നും അല്ല ഞങ്ങൾ കേൾക്കാൻ പോകുന്നത്. ശരിക്കും കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയ പ്രതിക്കും നിനക്കും തമ്മിൽ നല്ല രൂപസാദൃശ്യമുണ്ട്. എൻ്റെ പൊന്ന് സാറേ, ഞാൻ സത്യത്തിൽ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാ. എന്നെ പറ്റിച്ച് ചില അവന്മാര് എൻ്റെ പേഴ്സും ഫോണും ഒക്കെ മോഷ്ടിച്ചു. അതിനെക്കുറിച്ച് സാർ എങ്ങനെയെങ്കിലും ഒന്ന് അന്വേഷിക്കണം. അപ്പം സാറിന് മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെയാ ഞാൻ ആ ഹോട്ടലിൽ എത്തിയത്. അബി പറയുന്ന കാര്യങ്ങളൊന്നും ആ പോലീസുകാർ വിശ്വസിക്കുന്നേ ഇല്ല. അങ്ങനെ അബിയെ സ്റ്റേഷനിൽ കൊണ്ടുപോവുക. ഇവന്റെ കഴുത്തിലൊരു മാല കിടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വന്നവനാണെന്ന് തോന്നിയിട്ട് പോലീസുകാർ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും നമ്മുടെ അബിയെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തുക. അപ്പൊ അബി പറഞ്ഞു, സാറേ, ഞാൻ കൊള്ളാവുന്നൊരു കുടുംബത്തിലെ അംഗമാണ് സാറേ. സാറ് മൂർത്തി ജ്വല്ലറി കേട്ടിട്ടുണ്ടല്ലോ, ആ മൂർത്തീസ് ജ്വല്ലറിയിലെ മൂർത്തിയുടെ കൊച്ചുമകനാ സാറേ ഞാൻ. എന്നെ എങ്ങനെയും ഒന്ന് രക്ഷിക്കണം. എനിക്ക് ഒരു തെറ്റുപറ്റിപ്പോയതാ. എൻ്റെ ഒപ്പം വന്നവരൊക്കെ മലയ്ക്ക് പോയി തിരിച്ചു പോയി കാണും. എന്തായാലും അവരെയൊക്കെ ഒന്ന് വിളിച്ചു തരാമോ സാറേ എന്നൊക്കെ ചോദിച്ച് അവസാനം നമ്മുടെ അബി SIയുടെ കാൽക്കൽ വീഴുക. അങ്ങനെ SI നമ്മുടെ ആദർശിനെ വിളിച്ച് വിവരങ്ങൾ സംസാരിച്ചു. ഈ സമയമാണെങ്കിൽ ആദർശം കൂട്ടരും അറിയുന്നു നമ്മുടെ അബി പോലീസ് സ്റ്റേഷനിലാണെന്ന്. എന്തൊക്കെയാണ് മോനെ ഈ നടക്കുന്നത്? ഇവനെ ഉണ്ടല്ലോ, ഇവനെ ആ അമ്പലത്തിൽ ഇരുത്തിയിട്ട് പോകുന്നതല്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ, അവനെ നല്ല രീതിയിലൊന്നും അല്ല വല്ലിച്ച വ്രതം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെയൊക്കെ ശിക്ഷ കിട്ടുന്നതെന്ന് അനിയും പറയുകയാണ്. അങ്ങനെ ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അബിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തി. അപ്പം ആദർശാണ് SIയുടെ അടുത്ത് പോയി സംസാരിക്കുന്നത്. എന്താ സാറേ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇവനെ പോലെയുള്ള ഒരു പ്രതിയെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പം ആള് മാറി ഇവനെ തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാ. എന്തായാലും ഇത് നിങ്ങളുടെ വീട്ടിലെ പയ്യനാണെന്ന് മനസ്സിലായതും ഞങ്ങൾ ഇവനെ വിട്ടയക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പോലീസുകാര് വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ ആദർശിന്റെ അടുത്ത് സംസാരിച്ചു. അപ്പം ആദർശാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ അബിയെ ഇറക്കിയതും, എടാ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇരുത്തിയാൽ ഇരുത്തിയോട് തിരുന്നോണം, അല്ലാതെ ഓടി നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടും. ജയനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവനും ഇവന്റെ അമ്മയൊക്കെ ഒരേ സ്വഭാവക്കാരാ. ഇനി മുതൽ മലയ്ക്ക് പോകുന്ന സമയത്ത് വ്രതം എടുക്കുമ്പം നല്ല കൃത്യമായിട്ട് തന്നെ ആ വ്രതം എടുത്തിരിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്തൊക്കെയാ ഇതുപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടാവും. നിന്നെ പുലി പിടിക്കാതിരുന്നത് നിന്റെ അമ്മയുടെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജയനും അതുപോലെ ആ ജയനും ഒക്കെ ആ അബിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക. പിന്നീട് അബിയും കൂട്ടിയിട്ട് അവർ തിരിക്കുക അവരുടെ വീട്ടിലേക്ക്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് ചെന്നിട്ട് അവരോട് നയനെക്കുറിച്ച് അന്വേഷിക്കുക. അല്ല, നയനയ്ക്ക് എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു അവശത? നയന വന്നതൊക്കെ വളരെ അവശതയിലായിരുന്നല്ലോ. നയനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴും അവളുടെ അമ്മയാണ് അവളെ താങ്ങി നിർത്തിയത്. എന്താ അവൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം എല്ലാവരും നമ്മുടെ ദേവയാനിയുടെ അടുത്ത് നിന്നും ഈ സത്യങ്ങൾ മുഴുവനും മറച്ചു പിടിക്കുകയാണ്. ജലജയാണെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ജലജയ്ക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ട്. ഏട്ടത്തിക്ക് കരളിന്റെ ഓപ്പറേഷൻ ചെയ്തില്ലേ, അതുപോലെ ഇനി നയനിക്കും കരളിന്റെ ഓപ്പറേഷൻ എങ്ങാനും ചെയ്ത് കാണും. അതായിരിക്കും അവള് അത്രയും അവശതയിൽ വന്നതെന്ന് ദേവയാനിയോട് നമ്മുടെ ജലജ പറയുക. ഇത് കേട്ടതും മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം ഒന്ന് നോക്കി. ഇനി എന്താ, ജലജയും അതുപോലെ ജാനകിയും ഒക്കെ നയനമോളുടെ വീട്ടിലേക്ക് പോയതാണല്ലോ. അപ്പം അവരെങ്ങാനും എന്തെങ്കിലും സത്യങ്ങൾ കണ്ടെത്തിയിട്ടാണോ ഇനി ഇങ്ങനെ പറയുന്നതെന്ന് മുത്തശ്ശൻ ഒരു നിമിഷം ആലോചിച്ചു. ഈ സമയം എന്താ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം നമ്മുടെ ദേവയാനിയുടെ മനസ്സിലേക്ക് കയറി കൂടുക. അങ്ങനെ ഇതിനൊക്കെ പിന്നിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദേവയാനിയാണെങ്കിൽ നേരെ ആ ഒരു ആശുപത്രിയിലെ ഡോക്ടറിനെ വിളിക്കുക. അപ്പൊ പുള്ളിക്കാരൻ ദേവയാനിയുടെ കോൾ അറ്റൻഡ് ചെയ്തതും, പറയും മേഡം, എന്തെങ്കിലും ആവശ്യതയുണ്ടോ? ഞാൻ ഓക്കെയാ ഡോക്ടറെ. ഞാൻ വിളിച്ചതേ എനിക്ക് ഡോക്ടറിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഡോക്ടറെ, എനിക്ക് കരൾ തന്നത് ആരാണെന്ന് ഇതുവരെ ആരും എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല. ഡോക്ടർ അതൊന്ന് പറയുമോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, അതെ, മാഡത്തിന് കരൾ തന്ന ആളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വിടരുതെന്ന് തന്നെയാ അവരും അവരുടെ ഭർത്താവും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കതിപ്പോൾ മാഡത്തോട് പറയാൻ നിർവാഹമില്ലല്ലോ.
എങ്ങനെയെങ്കിലും എനിക്കറിയണം സാറേ, ആരാ കുട്ടിയെന്ന്. എന്നെ സഹായിക്കാനായിട്ട് അതിന് ഇത്രയും നല്ലൊരു മനസ്സ് ഈശ്വരൻ കൊടുത്തില്ലേ? അങ്ങനെയുള്ള ഈശ്വരന് തുല്യമായിട്ടാണ് ഞാൻ ആ കുട്ടിയെ കാണുന്നത്. അതുകൊണ്ട് ഡോക്ടർ ദയവ് ചെയ്ത് എന്നോട് സത്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാഡത്തിന് നിർബന്ധമാണെങ്കിൽ ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്കാർക്കും ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യും, രാവിലെ ഒന്ന് ആശുപത്രിയിലേക്ക് പോരും. ഇവിടെ എന്തായാലും ഇവിടുത്തെ റെക്കോർഡ്സിലൊക്കെ ആ മാഡത്തിൻ്റെ പേരുണ്ടാവും. അത് ചെക്ക് ചെയ്തിട്ട് അത് മാഡത്തെ അറിയിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയെ ആശ്വസിപ്പിക്കുകയാണ് ഡോക്ടർ. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ നവ്യ നയനയെ കാണാൻ വേണ്ടിയിട്ട് എത്തുക. അപ്പം നവ്യയെ കണ്ടതും, ആ ചേച്ചി മോളെ നീ അവിടെ ഇരിക്കുക, നിനക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നീ ഓക്കെ ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ ആയി വരിക ചേച്ചി. മോളെ അവൾ പിടിച്ച് തള്ളിയിട്ട് നിനക്ക് എന്തെങ്കിലും വയ്യായ്ക വന്നായിരുന്നോ? ഒന്നുമില്ല ചേച്ചി. എന്തായാലും നന്ദു അവളെ കൈകാര്യം ചെയ്തല്ലോ, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അവളെപ്പോലെയുള്ള ഒരു അഹങ്കാരിക്ക് ഇതിൽ കുറഞ്ഞൊരു ശിക്ഷയൊന്നും എനിക്ക് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യത നല്ല ഭയങ്കര കാര്യത്തിൽ നമ്മുടെ നയനയുടെ അടുത്ത് സംസാരിക്കുക. ഇന്ന് തന്നെ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചതെന്നോ. അവളെപ്പോലെയുള്ള ഒരു അഹങ്കാരി, അവൾക്കുണ്ടല്ലോ ഞാൻ കണക്കിന് കൊടുത്താ വിട്ടിരിക്കുന്നത്. അവൾക്കിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അഭി തന്നെയാണോ എന്ന് പോലും സംശയമുണ്ടെന്ന്. എന്തൊക്കെയാ മോളെ നടക്കുന്നത്, ഒന്നും പറയണ്ട. അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നവ്യ നമ്മുടെ നയനയുടെ അടുത്ത് പറഞ്ഞതും, സാരമില്ല ചേച്ചി, അവൾക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ശരിക്കും അവളുടെ അച്ഛനും അമ്മയും അവളൊന്നും അത്ര ഡീസൻ്റ് ഒന്നും അല്ല മോളെ. നമ്മളെയും നമ്മുടെ വീട്ടുകാരെയും ഒക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ശരിക്കും അനന്തപുരി തറവാട്ടിൽ നിന്നും ആ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അതിന് പാവ അനിയെ കരുവാക്കുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ നവ്യയോട് നയന ഇങ്ങനെ പറയുമ്പോൾ നയനയാണെങ്കിൽ പോട്ടെ ചേച്ചി, ഇനിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിൽ അനാമിക നമ്മുടെ നന്ദുവിനുള്ള കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണുവിൻ്റെ അടുത്തേക്ക് വരിക. അച്ഛാ ഇന്നത്തെ കൊണ്ട് ആ ചേടത്തിയുടെ അനിയത്തിയുടെ അഹങ്കാരം അത് തീർത്തു കൊടുക്കണം. അവളുണ്ടല്ലോ ആ നന്ദു, അവൾ ഒറ്റയെടുത്തിയ എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത്. അവളെ എങ്ങനെയെങ്കിലും തീർത്ത് കളയണം. അതിനു വേണ്ടിയിട്ട് അച്ഛൻ ഇത്രയും നാളായിട്ട് സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വളരെ ദേഷ്യത്തിൽ വേണുവിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വേണു പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ഇവര് നമ്മുടെ നന്ദുവിനെതിരെ ചില പദ്ധതികൾ മെനയുന്നതും നമ്മുടെ ദേവയാനി ആശുപത്രിയിലേക്ക് വരുന്നതും ഒക്കെയാണ് വിശേഷത്തിലുള്ളത്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. മൗനരാഗത്തിന്റെ പ്രൊമോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക്